നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മിസൈൽ ടെക്നോളജി രംഗത്ത് ലോകത്തിന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ പുതിയ മിസൈൽ പരീക്ഷണം ദിവ്യാസ്ത്ര വമ്പിച്ച വിജയമായിരിക്കുന്നു. ദിവ്യാസ്ത്രയെ വിജയത്തിലെത്തിച്ച DRDOയിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരിക്കുന്നു. ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ് ഭാരതം. മിഷൻ ദിവ്യാസ്ത്രത്തിന് കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി 5 മിസൈലിന്റെ ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി തന്നെ രാജ്യത്തോട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. ദിവ്യാസ്ത്രം ലോകരാജ്യങ്ങൾക്ക് മേലെ ഇന്ത്യയുടെ അധികാരം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിരോധ മേഖലയിൽ മറ്റേതൊരു രാജ്യത്തിനും എത്തിപ്പെടാൻ കഴിയാത്ത നേട്ടം ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ നേടിയിരിക്കുന്നു. ലോകത്തിന്റെ നിയന്ത്രണം തന്നെ ഇന്ത്യയിലെ കയ്യിലേക്ക് എത്താനുള്ള കാലമായിരിക്കുന്നു. ബഹിരാകാശത്തിന്റെ നിയന്ത്രണം പോലും ഇന്ത്യയിൽ എത്തുന്ന കാലം വിദൂരമല്ല. ഇന്ത്യ ഭൂമിയിൽ ചരിത്രം കുറിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മിഷൻ ദിവ്യാസ്ത്ര വമ്പിച്ച വിജയമായിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മിഷൻ ദിവ്യാസ്ത്രത്തിന് ചൈനയെ മറികടക്കാനാകും. മഴ പോലെ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇന്ത്യയെ ഇനി ആരും കളി പഠിപ്പിക്കേണ്ട. ബഹിരാകാശം മാത്രമല്ല, ഭൂമിയും ഇനി ഇന്ത്യയുടെ കീഴിലാകും. ലോകത്തിന്റെ തലപ്പത്തേക്ക് കുതിക്കുന്ന ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജി രംഗത്തുള്ള വലിയ കുതിച്ചുചാട്ടമാണ് മിഷൻ ദിവ്യാസ്ത്രയുടെ വിജയം. ദിവ്യാസ്ത്രത്തെ തടുക്കാൻ ഇനി ലോകത്തിന് ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. പൊക്രാനിൽ വാജ്പേയി നടത്തിയ ആണവായുധ ബോംബുകളുടെ പരീക്ഷണത്തിനു ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മിഷൻ ദിവ്യാസ്ത്രത്തിന് കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 5 അഗ്നി മിസൈലിന്റെ ആദ്യ പരീക്ഷണം DRDO ശാസ്ത്രജ്ഞന്മാർ വിജയകരമായി പൂർത്തീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 11 പ്രഖ്യാപിക്കുന്നു. വലിയ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ദിവ്യാസ്ത്ര ദൗത്യത്തിന് ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ, അതായത് MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച അഗ്നി 5 മിസൈലിന്റെ ആദ്യ പരീക്ഷണമായ മിഷൻ ദിവ്യാസ്ത്ര വിജയകരമായി പൂർത്തീകരിച്ച DRDOയിലെ ശാസ്ത്രജ്ഞരെ ഓർത്ത് താൻ അഭിമാനം കൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. അല്പസമയത്തിനകം തന്നെ ബഹിരാകാശ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി രാജ്യത്തോട് നേരിട്ട് തന്നെ സംസാരിക്കും. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷിച്ചത്. DRDO നൽകുന്ന വിവരങ്ങൾ പ്രകാരം കൃത്യവും ലക്ഷ്യവുമായ ആക്രമണം നടത്താൻ വാർഹെഡ് ഒന്നിലധികം റീ എൻട്രി വാഹനങ്ങളായി വിഭജിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുകയാണ്. അതായത് ലോകത്തെ തന്നെ ഒരു രാജ്യങ്ങൾക്കും ഇല്ലാത്ത തരത്തിലുള്ള മിസൈൽ സംവിധാനം ഇന്ത്യ നേടിയിരിക്കുന്നു. തദ്ദേശീയമായി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ കണ്ടുപിടുത്തം വലിയ വിജയമായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ പ്രതിരോധ രംഗത്ത് നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന് DRDO തന്നെ വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തുന്നു. മിസൈൽ ടെക്നോളജി രംഗത്ത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി ഭാരതം മാറിയിരിക്കുകയാണ്. ചൈനയൊക്കെ ഇന്ത്യയുടെ എത്രയോ പുറകിൽ നിൽക്കും. അമേരിക്കയ്ക്ക് പോലും ഇല്ലാത്ത ആധുനികമായ മിസൈൽ ടെക്നോളജി ഇന്ത്യ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ വ്യോമയാന രംഗത്ത് അതുപോലെ തന്നെ പല മേഖലകളിലും വ്യോമയാന മേഖലയിൽ ഇന്ത്യ നേടിയ നേട്ടങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയുടെ സഹായം തേടിക്കൊണ്ട് ബഹിരാകാശത്ത് പല പരീക്ഷണങ്ങൾ നടത്താൻ പല രാജ്യങ്ങളും ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിന് ഇന്ത്യയുടെ സഹായം തേടി ലോകരാഷ്ട്രങ്ങൾ എത്തുകയാണ്. ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി കണ്ടെത്തിയിരിക്കുന്നത് റോക്കറ്റുകളുടെ നിർമ്മാണവും അവയുടെ വിക്ഷേപണവുമാണ്. അങ്ങനെ വ്യോമയാന രംഗത്ത് ബഹിരാകാശ രംഗത്ത് ഇന്ത്യ നേടിയ നേട്ടങ്ങൾ
നിരവധിയാണ്. ഇപ്പോഴിതാ പ്രതിരോധ രംഗത്ത്, മിസൈൽ ടെക്നോളജി രംഗത്ത് മിഷൻ ദിവ്യാസ്ത്ര എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം വിജയകരമാക്കി മാറ്റിയിരിക്കുന്നു ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ. നമുക്കറിയാം, ഓരോ രാജ്യങ്ങളും അവരുടെ ബഹിരാകാശ ഗവേഷണത്തിനും അവരുടെ വ്യോമയാന മേഖലയിലെ ഗവേഷണങ്ങൾക്കും എത്ര കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് റഷ്യയായാലും അതുപോലെ തന്നെ അമേരിക്കയായാലും ചൈനയായാലും ഒക്കെ. എന്നാൽ ഇന്ത്യ അതിന് നൽകുന്ന തുക, അല്ലെങ്കിൽ ഇന്ത്യ അതിന് ചെലവഴിക്കുന്ന തുക എത്രയോ കുറവാണ്. എന്നിട്ട് പോലും പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം നടത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ പോകുന്നു. ഇന്ത്യ ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ പോകുന്നു. സ്വന്തമായി ബഹിരാകാശ നിലയമുള്ള 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ്. 2035 ഇന്ത്യയുടെ ബഹിരാകാശ നിലയം പ്രാവർത്തികമാകും. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ മിസൈൽ രംഗത്ത്, വ്യോമയാന രംഗത്ത്, ബഹിരാകാശ ഗവേഷണ രംഗത്തൊക്കെ തന്നെ ഇന്ത്യ നടത്തുന്ന കുതിപ്പുകൾ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ലോകം. ഏറ്റവും പ്രധാനപ്പെട്ട പല മേഖലകളിലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ നേടിയത് അസൂയാവഹമായ നേട്ടമാണ്. അതുകൊണ്ടാണ് ചൈനയിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ പോലും പറയുന്നത്, ഇന്ത്യയുടെ കുതിപ്പ് കണ്ട് ഞങ്ങൾ അന്തം വിട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിസൈൽ ടെക്നോളജി രംഗത്ത് മറ്റേതൊരു രാജ്യത്തിനും നേടാൻ കഴിയാത്ത നേട്ടം ഇന്ത്യ നേടിയിരിക്കുന്നു. നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് പൊക്രാനിൽ ഇന്ത്യ ആണവ ബോംബുകളുടെ പരീക്ഷണം നടത്തിയത്. അന്ന് ഇന്ത്യയുടെ നടപടി ലോകത്തെ ഞെട്ടിച്ചിരുന്നു. പിന്നാലെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തി 2 ടേം പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യ പ്രതിരോധ ഗവേഷണ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യുകയാണ്. ഇന്ത്യയിലെ DRDO സംവിധാനം, ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജി ഒക്കെ തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഇന്ത്യയുടെ വ്യോമയാന പരീക്ഷണങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ പരീക്ഷണങ്ങളൊക്കെ തന്നെ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു. അമേരിക്കയും റഷ്യയും ഫ്രാൻസിനെയും ചൈനയും ഒക്കെ മറികടക്കാനുള്ള വലിയ വലിയ നേട്ടങ്ങളാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ ഇപ്പോൾ പ്രധാനമന്ത്രി പ്രശംസിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യക്ക് അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയായി മാറാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ കുതിപ്പ് തുടർന്നാൽ 2080ഓടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന് ലോകത്ത് തന്നെ പ്രമുഖ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ റോഡ് വിസ്തൃതിയിൽ ലോകത്ത് 2ാം സ്ഥാനത്തെത്തി. ഇന്ത്യ മറികടന്നത് ചൈനയാണ്. ഇനി അമേരിക്ക മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. 5 വർഷം കൂടി ഇതുപോലുള്ള വികസനം നടന്നാൽ റോഡ് വിസ്തൃതിയുടെ കാര്യത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാകും. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ദേശീയപാതകളുടെ അളവിൽ ഇരട്ടിയിലധികം വർധനവുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.